ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു തേങ്ങ പപ്പടം പൊടിച്ചതാണ്. അതെങ്ങനെ തയ്യാറാക്കുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 10 ചെറിയ ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഞാൻ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് കരിയാൻ പാടില്ല. നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 6 ടീസ്പൂൺ നാളികേരം, ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 10 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ ഒരു അളവിൽ പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഈ തേങ്ങാക്കൂട്ടൊക്കെ ഇതുപോലെ നല്ല ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ തേങ്ങാക്കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിൽ. ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ കൂട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിത് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പപ്പടമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 പപ്പടമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനി ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ട് പൊടിച്ചാൽ നന്നായി അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ഞാനിത് പൊടിച്ചിട്ട് നന്നായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ തേങ്ങ പപ്പടക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ അത്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഊണ് കഴിക്കുമ്പോഴും നമുക്കിപ്പോൾ ദോശ കഴിക്കുമ്പോഴും ഒക്കെ ഇത് വളരെ സ്വാദുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്